നീ തന്നപ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഹലോ, കഴിഞ്ഞ ആഴ്ച ഇതേ സമയം ഞാൻ പുട്ടുണ്ടാക്കിയായിരുന്നു. ദാറ്റ് വാസ് എ വെരി ബിഗ് ദുരന്തം. പക്ഷെ ഈ ആഴ്ച ഞാൻ ഒന്നുകൂടെ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ പലതരത്തിലുള്ള പുട്ടുകളെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാ പുട്ടുപൊടി, രാഗി പുട്ട്, പിന്നെ എന്താ പറയുന്നത് ചേമ്പ പുട്ട്, വിച്ച് ഇസ് അവർ ഫേവറേറ്റ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കോൺ കൊണ്ട് പുട്ടുപൊടി, ചോളത്തിന്റെ പുട്ടുപൊടിയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത്. നാട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് കോൺ പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അത് നല്ല പാലൊക്കെ ചേർത്ത്, തേങ്ങ മറക്കരുത്, തേങ്ങയും കൂടെയും ചേർത്ത് ഞേഴി മണിച്ച് നല്ലപോലെ സ്റ്റീം ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി കോൺ പുട്ട് തയ്യാറാവുന്നു പറഞ്ഞു. ഞാൻ ഇപ്രാവശ്യം ആവശ്യത്തിൽ കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആണ് ഇത്. ഞാൻ ഇനി ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്രാവശ്യമായിട്ട് ഒത്ത് വരണം. നല്ലൊരു മണമാണ് വരുന്നത്. നല്ല നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ്? തേങ്ങ ഒരു ലെയർ ഇട്ട്, പിന്നെ പുട്ടുപൊടി, പിന്നെ തേങ്ങ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു എല്ലാം കൂടെ ഉണ്ടല്ലോ, ഈ തേങ്ങയും കൂടെ ഉൾപ്പെടെ എല്ലാം കൂടെ ഞെഴുകി എനിക്ക് കുറച്ചുകൂടെ ഉള്ള പൊടി പോലെയാണ്. എനിക്ക് ഇങ്ങനെ കട്ടിക്കിരിക്കുന്ന ഇഷ്ടമല്ല. അത് സാധാ പുട്ടാണ്. നീ തന്നപ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഈ സംഭവം കൊള്ളാം കേട്ടോ. ആകെയുള്ള പ്രശ്നം എൻ്റെ കുഴച്ച പാല് കൂടിപ്പോയി. എനിക്ക് പക്ഷേ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പറാ ശരിക്കും അല്ലേ? സത്യം പറ, നീ ആക്കിയ പോലെ പറ. ശരിക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണ്. ചെമ്പയാണോ ഇഷ്ടം? ഇതാണോ? ഞാനും ആദ്യം കേട്ടോ. പക്ഷെ പ്രതീക്ഷകൾക്കപ്പുറം ചോളം പുട്ട്.